റീസെന്റ് ഇപ്പോൾ ഒരു ന്യൂസ് വന്നല്ലോ, 8th എക്സാമിന് ഒരു ചെറിയ വിഷയം വന്ന്, അതായത് എഴുതിയതിൽ ഭൂരിഭാഗമല്ല മെജോറിറ്റി ആളുകളും തോറ്റുപോയി. ആ ഒരു ന്യൂസ് ഭയങ്കര ചർച്ചാ വിഷയമായില്ലേ? അപ്പൊ ആ ഒരു സമയത്ത് ഇത്തരം കുട്ടികൾ തോറ്റു പോകുന്നതിന്റെ ഒരു പ്രധാന റീസൺ എന്താ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് മെയിൻലി കുട്ടികളെ ഇപ്പോ എക്സാമിന്റെ സമയത്ത് അന്ന് തലേന്ന് രാത്രി മാത്രം പഠിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഈ കുറെ ലോങ് ലെക്ചേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ കേട്ടിരിക്കുക, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ കുറെ ക്ലാസ് കേട്ടിരിക്കുക ഭയങ്കര ബോറായിട്ടുണ്ട് കുട്ടികൾക്ക്. ഇന്നത്തെ കുട്ടികൾക്ക് ഈ ഒരു ടീച്ചേഴ്സിന്റെ ക്ലാസ് എന്തോ പോലെ ഫീൽ ചെയ്ത പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പല സമയത്തും. മേ ബി ആ ഒരു അക്കാദമിക്സിൽ പിന്നോട്ട് പോകുന്നതുകൊണ്ട്, അതായത് പഠനം എന്ന് പറഞ്ഞാൽ എന്തോ പോലെ ആയിട്ട് ഫീൽ ചെയ്ത് ഒരു ഇൻസ്റ്റാഗ്രാമില് റീൽസിന്റെ ആ ഒരു ലൈഫ് ഉണ്ടല്ലോ, ആ ഒരു ഫോളപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കുട്ടികൾക്ക് മെയിൻലി. അപ്പൊ മേ ബി അതൊരു റീസൺ ആവാം, ഒരു റീസൺ ഉണ്ട്, എല്ലാം അല്ല പറയുന്നത്. പിന്നെ കുറെ ഈ ഒരു കൊറോണ ഒരു വിഷയം, കാരണം 8ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ ചിലപ്പോൾ ഒരു 4ാം ക്ലാസ് 3ാം ക്ലാസ് സമയത്തായിരിക്കും കൊറോണ വന്നിട്ടുണ്ടാവുക. ആ സമയത്ത് പഠിച്ച ഒരു 2 വർഷത്തെ ഗ്യാപ്പ്, അതായത് ചെറിയ പ്രായത്തിൽ കിട്ടേണ്ട ഫൗണ്ടേഷൻ ഒരു വിഷയമാവാം.